അഹമ്മദ് അൽ മഗ്രിബിന്റെ മസ്ക് അഹമ്മദ് എന്ന് പറയുന്ന പെർഫ്യൂമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. മസ്ക് അഹമ്മദ് എന്നുള്ളത് പക്ക അജ്മൽ കൊണ്ടുവന്ന മസ്ക് റോസി സ്മെല്ലാണ്. ആ മസ്ക് സ്വീറ്റ് പിന്നെ റോസ് പിന്നെ മസ്കുലിൻ സ്മെല്ലാണ് നമുക്ക് ഓപ്പണിംഗ് തന്നെ കിട്ടുക. നല്ല ഫ്രാഗ്രൻസ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒപ്പീനിയൻ പറയാകുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഞാൻ ചെറിയതായിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്ത് പോകുന്നുള്ളൂ. എനിക്ക് വലിയ നോളജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു പെർഫ്യൂമും പർച്ചേസ് ചെയ്യരുത്. ഞാൻ സജഷൻ ചെയ്തു എന്നുള്ള അഭിപ്രായത്തിൽ മാത്രം. ചിലപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ഒപ്പീനിയനായിരിക്കും, എനിക്ക് കിട്ടുന്ന ലാസ്റ്റിങ്, എനിക്ക് കിട്ടുന്ന പ്രൊജക്ഷനായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെക്കാളും നോളജുള്ള ഒരുപാട് പേര് മലയാളത്തിൽ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട്. നല്ല നല്ല റിവ്യൂ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായം കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്നോട്, പിന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ കറക്റ്റ് പറയണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ പറയാറുള്ളത് പിന്നെ മാക്സിമം 3 മണിക്കൂർ ടു 4 മണിക്കൂർ എന്നുള്ളതാണ്. കാരണം വലിയ ഹൈപ്പും വലിയ ലാസ്റ്റിങ്ങും നമുക്ക് ഇതിനൊന്നും ഇപ്പോഴത്തെ ഈ വരുന്ന പെർഫ്യൂമുകൾക്കൊന്നും ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കൊന്നും ഔട്ട്ഡോറിൽ കിട്ടുന്നില്ല എന്നുള്ള നമുക്ക് സത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു. വേറെ കുറെ ആളുകളെ റിവ്യൂ കണ്ടു 24+ എന്നില്ലെന്നുണ്ടെങ്കിൽ 8+ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊന്നും കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മളെ വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പറയരുത് എന്നല്ല, പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. എന്നെക്കാളും നോളജ് ഉള്ള പെർഫ്യൂമിന്റെ വിഷയത്തിൽ എന്നെക്കാട്ടി അറിവുള്ള ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. അവരെ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനും. ഞാൻ ജസ്റ്റ് ഈ ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമുകൾ നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിനോട് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ആ കളക്ഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിലൊന്ന് പരിചയപ്പെടുത്തി, അതിനോട് മാത്രമാണ് നമുക്ക് 6000-ന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ പതുക്കെ ഓരോ ദിവസം ഇങ്ങനെ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നത് അഹമ്മദ് അൽ മഗ്രിബിന്റെ മസ്ക് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു പെർഫ്യൂമാണ്. ബോട്ടിൽ നല്ല ക്യൂട്ടാണ്, വൈറ്റ് മാറ്റ് ഫിനിഷിലാണ്. ഇവിടെ ചെറിയൊരു ഫ്ലവറും കൂടി. ഇവിടെ പൊതുവെ ഇങ്ങനത്തെ ബോട്ടിലുകളൊന്നും കാണലില്ല. നല്ല ഇവരെ ബോട്ടിലും ബോക്സും ഒന്നൊന്നിനും മെച്ചാണ്. ഉള്ളതുപോലെ പറയണല്ലോ, എനിക്കിഷ്ടമായി, എല്ലാം ഭംഗിയുണ്ട്. ആറ്റോമൈസർ കാണിച്ചു തരാം. ക്വാളിറ്റി ഉള്ള ആറ്റോമൈസർ ആണ് കേട്ടോ. അതെ, നല്ല മസ്കി സ്മെല്ലാണ്. മസ്കി എന്ന് പറഞ്ഞാൽ ആ മസ്ക് റോസിന്റെ ആ സ്മെല്ല് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓർമ്മയാക്കിയെന്ന് മാത്രം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ബ്രാൻഡ് പെർഫ്യൂം ഫുള്ള് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യാറുണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമുക്ക് ചെറിയ രൂപത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ബോക്സ് ഈ ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമുകളൊക്കെ വലിയ വില കൂടിയ പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 8 ml വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെറിയ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിനൊരു പ്രൈസ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ അതും ചെറിയ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യുക. ഈ മസ്ക് റോസിന്റെ സ്മെല്ല്, മസ്ക് അഹമ്മദിന്റെ സ്മെല്ല് അങ്ങനത്തെ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഒരു കാരണവശാലും ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. എനിക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ട് വെക്കേണ്ടത്. അതാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നതും. അപ്പോൾ അതിനുള്ള സപ്പോർട്ടേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരും. അതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാരണം നമ്മൾ ഈ ചെറിയ രൂപത്തിൽ വന്ന് അറിയണത് പോലെ ചെയ്ത് പിന്നെ ഇത്രത്തോളം 6000-ഓളം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ ഈ സമയത്ത് എന്നുള്ള ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ മസ്ക് അഹമ്മദിന്റെ മസ്ക് മാത്രമല്ല, അഹമ്മദിന്റെ മറ്റുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മളെ കയ്യിൽ ഇതേപോലെ ചെറിയ കുപ്പിയൊക്കെ ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. ഈ ഫുൾ ബോട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അതെല്ലാം ഇമ്പോർട്ടൻ്റ് ബ്രാൻഡ് മറ്റുള്ള ബ്രാൻഡ് പെർഫ്യൂമുകൾ വേണമെങ്കിൽ അതും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ.